ദാദ ഷെഫീഖുൽ ഇസ്ലാം ലഹരി കേസിൽ അറസ്റ്റിലായ ആളാണ്. ആക്രി കച്ചവടത്തിന്റെ മറവിൽ ഹെറോയിൻ വ്യാപാരം നടത്തിവന്ന ദാദ എന്ന അസം സ്വദേശി ഷെഫീഖുൽ ഇസ്ലാമാണ് വലയിലായത്. ലഹരി നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന 100 കണക്കിന് ചെറിയ കുപ്പികൾ ഇയാളുടെ വാടക വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളുടെ ക്യാരിയർമാർ കാർ മാർഗം അസമിൽ നിന്ന് കേരളത്തിലേക്ക് ലഹരി എത്തിക്കുമ്പോൾ വിമാനത്തിലായിരുന്നു ഈ സൂത്രധാരന്റെ യാത്ര. ഷെഫീഖുൽ ഇസ്ലാം കേരളത്തിലേക്കുള്ള ലഹരിക്കടത്തിന്റെ കിങ് പിൻ എന്ന് പോലീസ്. മയക്കുമരുന്ന് കച്ചവടക്കാർക്കിടയിലെ ദാദയാണ് ഒടുവിൽ പോലീസിന്റെ വലയിലായത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. ജില്ലാ പോലീസ് മേധാവി KS സുദർശന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ദാദയെ പിടികൂടിയത്. ദിവസങ്ങൾക്ക് മുൻപ് അങ്കമാലിയിൽ ലക്ഷങ്ങൾ വില വരുന്ന 609 ഗ്രാം ഹെറോയിനുമായി 3 ഇതര സംസ്ഥാന തൊഴിലാളികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായുള്ള അന്വേഷണത്തിലാണ് ദാദ വലയിലായത്. ഇയാൾ കേരളത്തിൽ വന്നിട്ട് 10 വർഷത്തോളമായി. വിവിധ പ്ലൈവുഡ് കമ്പനികളിലായി ജോലി ചെയ്തു. പിന്നീട് ആക്രി കച്ചവടത്തിലേക്ക് തിരിഞ്ഞു. ഇതിന്റെ മറവിലാണ് ഇയാൾ ലഹരി മരുന്ന് വ്യാപാരവും നടത്തിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. അസാമിൽ നിന്ന് 30,000 രൂപയ്ക്ക് എത്തിക്കുന്ന ഒരു ബോക്സ് ഹെറോയിൻ ഇവിടെ 80,000 മുതൽ 1 ലക്ഷം രൂപ വരെ വിൽപ്പനയ്ക്കാണ് ഇയാൾ കച്ചവടം ചെയ്തിരുന്നത്. കൂടാതെ ചെറിയ കുപ്പികളിൽ നിറച്ച് ഒരു കുപ്പിക്ക് 1000 രൂപ നിരക്കിൽ വിൽപ്പന നടത്തുകയും ചെയ്തിരുന്നുവെന്നാണ് വിവരം. പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചായിരുന്നു ഇയാളുടെ ലഹരി വിൽപ്പന. ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇയാൾ വീടുകൾ വാടകയ്ക്ക് എടുത്തിരുന്നു. പോലീസിന്റെയും പൊതുജനങ്ങളുടെയും ശ്രദ്ധയിൽ പെട്ടെന്ന് പെടാത്ത ഇടങ്ങളിലായിരുന്നു വീടുകൾ തിരഞ്ഞെടുത്തിരുന്നത്. ഇയാൾ വാടകയ്ക്കെടുത്തിരുന്ന വീട്ടിൽ നിന്ന് 2 ചാക്കുകളിലായി മയക്കുമരുന്ന് നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന 100 കണക്കിന് ചെറിയ കുപ്പികൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അസമിൽ നിന്ന് ഇയാൾക്ക് വേണ്ടി കാർ മാർഗം ലഹരി കടത്തുന്ന സംഘത്തിലെ അംഗങ്ങളാണ് നേരത്തെ അങ്കമാലിയിൽ പിടിയിലായിരുന്നത്. സംഘാംഗങ്ങളെ കാറിൽ പറഞ്ഞയക്കുന്ന ഇയാൾ വിമാനമാർഗമാണ് ആസാമിലേക്കും കൊച്ചിയിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചിരുന്നത്. കാറിന്റെ രഹസ്യ അറകളിൽ ബാഗുകളിൽ സോപ്പ് പെട്ടി ബോക്സുകളിലാക്കിയായിരുന്നു അന്ന് ഹെറോയിൻ സൂക്ഷിച്ചിരുന്നത്. പെരുമ്പാവൂർ SP ഹാർദിക് മീണ, ആലുവ DYSP N ബാബുക്കുട്ടൻ, നെടുമ്പാശ്ശേരി ഇൻസ്പെക്ടർ BK അരുൺ, SI മാരായ വിജു, ജിഷ്ണു എന്നിവരും മറ്റു ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. അങ്കമാലി പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.